അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 81-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ഉഹുദിൻ്റെ അനന്തരമുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങളായിരുന്നു വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രധാനപ്പെട്ട ചില വിലക്കുകൾ, കഴിഞ്ഞ ഭാഗത്ത് ആ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ഉഹുദിൻ്റെ അനന്തരമുള്ള മദീനയിലെ ആ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുന്നുണ്ടാകും, ബദറിൽ മുസ്ലിങ്ങൾ ഉജ്ജ്വല വിജയം നേടിയതോടുകൂടെ മുസ്ലിങ്ങളോട് അകത്ത് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന പല ആളുകൾ, അത് ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള നിരവധി ആളുകൾ, അതോടുകൂടെ അവരൊന്ന് ഒതുങ്ങാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ, അതായത് ഉഹുദിൽ മുസ്ലിങ്ങൾക്കേറ്റ തിരിച്ചടി, ആ ഒരു വാർത്ത മുഴുവൻ ആളുകളിലേക്ക് എത്തിയതോടുകൂടെ ഇത്തരം, അതായത് അകത്ത് ശത്രുത വെച്ച് പുലർത്തിയ പല ആളുകളും അതിന് നല്ലൊരു അവസരമായിട്ട് കാണുകയാണ്. കാരണം മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും വീക്കായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുമെന്നുള്ളൊരു വ്യാമോഹം ശത്രുക്കളുടെ മനസ്സിൽ രൂപമെടുക്കുകയാണ്. അത് അവരങ്ങനെ ചിന്തിക്കുന്നതിൽ യാതൊരു അത്ഭുതമില്ല. നേരത്തെ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ഖുറൈശികളും സമാനമായിട്ട് ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഫലമാണ് ഹംറ അൽ അസദിലേക്കുള്ള നിയോഗം. നേരത്തെ നമ്മൾ വിശദീകരിച്ചു. പ്രധാനമായിട്ടും ഇപ്പോൾ മദീനയുടെ അകത്തുള്ള മുനാഫിക്കളായിട്ടുള്ള ആളുകൾ, കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ജൂതന്മാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മദീനയുടെ ബോർഡറിലുണ്ടായിരുന്ന, അതേപോലെ തന്നെ പുറത്തുണ്ടായിരുന്ന ചില ബദുക്കളുടെ ചില ഗോത്രങ്ങൾ, അത്തരം ഗോത്രങ്ങളും ഈ ഒരു അവസരത്തെ മുതലെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവണതകളെ ശക്തമായി ചെറുത്ത് നിന്ന് തോൽപ്പിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ റസൂലുള്ളാഹിക്ക് ആ ദൗത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, ഇപ്പോൾ മദീനൻ സീറക്കെതിരെ പ്രധാനമായിട്ട് ശത്രുക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം നിരവധി യുദ്ധങ്ങളായിരുന്നു എന്നുള്ളതാണ്. ആ യുദ്ധങ്ങൾ അനിവാര്യമായിരുന്നു. അക്കാലഘട്ടത്തെ സാമൂഹിക രാഷ്ട്രീയ പരിതസ്ഥിതികളെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് വേണം ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ആ സമയത്ത് കണ്ടെത്താൻ സാധിക്കും. എല്ലാ അർത്ഥത്തിലും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണ് വന്ന ഉടനെ ജൂതന്മാരായിട്ട് കരാറുണ്ടാക്കിയത്. പക്ഷേ ആ ഒരു സമാധാനം, ഇപ്പോൾ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറയാറുണ്ട്. ആ സമാധാനം എന്നുള്ളത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, മറിച്ച് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ആ വാക്കിൽ പറയുന്നത് പോലെ, ഇഫ് യു വാണ്ട് പീസ് പ്രിപ്പയർ ഫോർ വാർ. അതായത് സമാധാനം വേണമെങ്കിൽ ഇതേ രൂപത്തിൽ ആ സമാധാനത്തിന് വിഘാതം നിൽക്കുന്ന ആളുകളെ സൈനികമായിട്ട് നേരിടേണ്ടതുണ്ട്. അതല്ലാതെ ഇങ്ങോട്ട് സഹകരിക്കാൻ വന്ന ആളുകളെ ഒരിക്കലും അകാരണമായിട്ട് അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. അത് നിരവധി ജൂതന്മാർ അവരെടുത്ത സമീപനം റസൂലുള്ളാഹി സ്വീകരിച്ചതെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചു. എന്തിനേറെ ഒരല്പം നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിൽ, അതായത് ഖുറൈശികൾ പോലും അവസാനം യുദ്ധമില്ലാതെ അവർ സന്ധിക്ക് വന്ന സമയത്ത്, ആ സന്ധിയും തികച്ചും ഏകപക്ഷീയമായിട്ട് അനുയായികളായിട്ടുള്ള ആളുകൾ മുഴുവൻ വിമർശിച്ച സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമില്ലാത്ത ആ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധി, ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് നമ്മൾ വിശദീകരിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ, ആ ഇസ്ലാമിൻ്റെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ വളരുന്നതെല്ലാം ആ സന്ധിയുടെ കാലഘട്ടത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിൽ, അതായത് ഈ രൂപത്തിലുള്ള ചില പ്രവണതകൾ ഉടലെടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ചില നടപടികൾ സ്വീകരിച്ചു. അതാണ് ഇനി നമ്മൾ തുടർന്നുള്ള ഈ ഒരു ഭാഗം മുതൽ അത്തരത്തിലുള്ള പ്രവണതകളും റസൂലുള്ളാഹി സ്വീകരിച്ച നടപടികളാണ് മുന്നോട്ട് നമ്മൾ വിശദീകരിക്കുന്നത്. ഉഹുദിന് ശേഷമുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഈ രൂപത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ തലപൊക്കാൻ വേണ്ടി ആദ്യമായിട്ട് ശ്രമിച്ച ഒരു ഗോത്രം ബനുൽ അസദ് ഗോത്രമാണ്. ഹിജറ വർഷം 4 മുഹറം മാസത്തിൻ്റെ ആരംഭത്തിൽ ഈ ബനുൽ അസദ് ഗോത്രക്കാർ മദീനയെ രഹസ്യമായിട്ട് ആക്രമിക്കാൻ വേണ്ടി ചില പദ്ധതികൾ ഒരുക്കുന്നതായിട്ടുള്ളൊരു വിവരം, ഒരു ഇൻ്റലിജൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. ഈ ഒരു ഗോത്രം, ബനുൽ അസദ് ഗോത്രം പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ആ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന തുലൈഹ ഇബ്നു ഖുവൈലിദ് അൽ അസദി. വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രൊഫൈലാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീറ നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ഹിജ്റ വർഷം 6 ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും റസൂലുള്ളാഹി ഇതേ ഗോത്രത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ ഗോത്ര തലവനെ സംബന്ധിച്ച്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം ഈ ഒരു ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. ഈ തുലൈഹ ഇബ്നു ഖുവൈലിദ് അൽ അസദി, അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അയാൾ എന്തോ കാരണത്താൽ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടോ എന്തോ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ പിന്നീട് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്
നിരവധി അവിടെ നമുക്കറിയാം ഹുറൂബ് രിദ്ദകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രധാനമായിട്ട് നേരിടേണ്ടി വന്ന ഒരു വിഭാഗം കള്ളപ്രവാചകത്തെ, അതായത് നുബുവത്ത് വാദിച്ച് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. മുസൈലിമ അൽ കദ്ദാബിനെ പോലെ, അല്ലെങ്കിൽ സജ്ജാഹിനെ പോലെ, മാലിക് ബിൻ നുവൈറയെ പോലെയുള്ള നിരവധി ആളുകൾ. ആ ഗണത്തിൽ ഈ ഒരു വ്യക്തി, അതായത് തുലൈഹ ഇബ്നു ഖുവൈലിദ് അൽ അസദിയുടെ പേരും ആ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അതായത് അയാൾ പിന്നീട് ഇസ്ലാം, അതായത് നുബുവത്തെല്ലാം വാദിച്ച് രംഗത്ത് വരികയാണ്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഖാലിദിൻ്റെ സംഘവുമായിട്ട് അയാൾ ഏറ്റുമുട്ടി. അങ്ങനെ ആ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ അയാളുടെ അനുയായികൾക്ക് അയാൾ കള്ളനാണെന്ന് മനസ്സിലായി. അവസാനം അയാൾ എന്തോ ഭാഗ്യത്തിന് ആ യുദ്ധത്തിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു. അയാൾ ഓടി രക്ഷപ്പെട്ടത് സിറിയയിലേക്കാണ്. അങ്ങനെ സിറിയയിൽ അവിടെ വെച്ച് ആ ബനു കൽബ് ഗോത്രക്കാർ അയാൾക്ക് അഭയം നൽകി. അവസാനം ആ ഗോത്രക്കാരും ഇസ്ലാം സ്വീകരിച്ചു. ആ സമയത്ത് അയാൾ ചിന്തിക്കുകയാണ്, ഞാനെന്താണ് ഇങ്ങനെ ആ ഇസ്ലാമിൻ്റെ വെളിച്ചം ലഭിച്ചിട്ടും ഇതേ രൂപത്തിൽ അയാൾ സ്വന്തം ജീവിതത്തെ ഒന്ന് വിലയിരുത്തി അവസാനം അയാൾ ആത്മാർത്ഥമായിട്ട് ജെന്യൂനായിട്ട് വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അയാൾ ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് വരുന്നതും ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഫേസ് ചെയ്യാതെ അയാൾ പോവാണ്, ആ നാണം കാരണം. വീണ്ടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അയാൾ വീണ്ടും മദീനയിലേക്ക് വരുന്നു. പിന്നീട് അയാൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഖാദിസിയയിലും അതേപോലെ തന്നെ യർമൂക്കിലെല്ലാം അയാൾ പങ്കെടുക്കുന്നുണ്ട്. അവസാനം പേർഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ, ആ നഹ്വന്ത് യുദ്ധത്തിൽ അയാൾ രക്തസാക്ഷി ഷഹീദായിട്ട് തീരാണ്. അതാണ് ഈ തുലൈഹ ഇബ്നു ഖുവൈലിദ് അൽ അസദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രം. അപ്പോൾ ചിന്തിച്ചു നോക്ക്, എത്ര വലിയ പാടാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രമെല്ലാം നൽകുന്നത്. ഈ രൂപത്തിലെല്ലാമായിട്ടും അവസാനം ആ തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് വന്ന് അവസാനം ഷഹീദായിട്ട് വഫാത്താകാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പോൾ നിരവധി ആളുകൾ സമാനമായിട്ട് സീറിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളൊരു പാഠം. നിങ്ങളുടെ ഭൂതകാലം എത്ര നീചായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിനുള്ളൊരു അവസരം, അതായത് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരാൾക്കും തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ഒരല്പം മുമ്പ് ഉഹദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും സമാനമായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഭൂതകാലം ഓർത്ത് നിരാശരായിട്ടുള്ള ഭാവിയും തുലക്കാതെ ഏതൊരു പോയിന്റിലാണോ നിങ്ങൾ നിലനിൽക്കുന്നത്, അവസാന ശ്വാസം, ആ മരണം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. എത്ര നിങ്ങൾ പാപം ചെയ്താലും ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തെ, നിങ്ങളുടെ പാപത്തേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹിൻ്റെ കാരുണ്യം. ആ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും ഡോറുകൾ തുറന്നു വരും. ആ വലിയ പാടാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ ആ സീറയിലേക്ക് മടങ്ങി വരികയാണ്. ഈ ഒരു പോയിന്റിൽ ആ ബനുൽ അസദ് ഗോത്രക്കാർ മദീനയെ രഹസ്യമായിട്ട് ആക്രമിക്കാൻ പദ്ധതികൾ ഒരുക്കുന്ന വിവരം റസൂലുള്ളാഹിക്ക് ലഭിക്കുകയാണ്. അപ്പം അത് ലഭിച്ച ഉടനെ തന്നെ അവരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ പറയാറുള്ളത് പോലെ ബെസ്റ്റ് ഡിഫൻസ് ഈസ് ഒഫൻസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തിലേക്ക് ഒരു കൊച്ചു സംഘത്തെ, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൊച്ചു സംഘത്തെ റസൂലുള്ളാഹി തയ്യാറാക്കുകയാണ്. ഈ ഒരു സ്വഹാബിയെ പ്രത്യേകമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു പലപ്പോഴും മക്ക വിജയത്തിന് മുമ്പ് മരണപ്പെടുന്ന അല്ലെങ്കിൽ ഷഹീദാകുന്ന പല സ്വഹാബികളെയും അവരുടെ ആ ത്യാഗത്തെ നമ്മൾ വേണ്ടത്ര ഫോക്കസ് ചെയ്യാറില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നേരത്തെ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് അബൂ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവരെ സംബന്ധിച്ച് നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. കാരണം അവർ പിന്നീട് ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ കടന്നു വരുന്നുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്ത ബന്ധു കൂടെയാണ്. റസൂലുള്ളാഹിൻ്റെ അമ്മായിയുടെ മകനാണ്. കാരണം അവരുടെ മാതാവ് ബർറ ബിൻത്ത് അബ്ദുൽ മുത്തലിബ്. അത് മാത്രമല്ല, റസൂലുള്ളാഹിയുമായിട്ട് മറ്റൊരു ബന്ധം കൂടെയുണ്ട്. മുലകുടി ബന്ധത്തിലുള്ള ആ ഒരു സഹോദരൻ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യുദ്ധം കൂടെയാണ്. ഈ രണ്ടാളുകൾ അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഈ രണ്ടാളുകൾ നമ്മൾ മക്കൻ സീറയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവർ വളരെ നേരത്തെ തന്നെ ചില സീറാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 11ാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ചതാണ്. അതിനുശേഷം ഈ രണ്ട് ദമ്പതികൾ അവർ അബിസീനിയയിലേക്ക് ഹിജറ പോകുന്നുണ്ട്. മക്കയിൽ വെച്ച് അബിസീനിയയിലേക്ക് ഹിജറ പോയി അബിസീനിയയിൽ വെച്ചിട്ടാണ് അവരുടെ ആദ്യത്തെ സന്താനം ആ സലമ പിറക്കുന്നത്. സലമ എന്നുള്ളത് ആൺകുട്ടിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആ സലമ റളിയല്ലാഹു അൻഹു അവർ പിറക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടാളുകളെയും ആ കുഞ്ഞിൻ്റെ പേരിലാണ് രണ്ടാൾ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു. അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അങ്ങനെ അബിസീനിയയിൽ നിന്ന് തിരിച്ചെത്തിയ മദീനയിലേക്കുള്ള 2ാമത്തെ ഹിജറയിലും ഈ ദമ്പതികൾ മുന്നിലുണ്ടായിരുന്നു. നേരത്തെ ഹിജറയുടെ ചരിത്രത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നനയിപ്പിക്കുന്ന ചരിത്രം നമ്മൾ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ്.
ആ ചരിത്രം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് ഓടിച്ചു പോവാണ്. കാരണം മുന്നോട്ടുള്ള വിശദീകരണത്തിന് അത് ആവശ്യമുണ്ട്. ഓർക്കുന്നുണ്ടാകും, ഈ ദമ്പതികൾ ആ കുഞ്ഞിനെയും കൂട്ടി 3 ആളുകൾ അവർ മദീനയിലേക്ക് ഹിജറ പുറപ്പെടാൻ വേണ്ടി അവർ ഒട്ടകപ്പുറത്ത് യാത്ര തുടങ്ങുന്ന സമയത്താണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഗോത്രക്കാർ വന്ന് ആ വഴി തടയുന്നത്. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഖുറൈശികളുടെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു ഗോത്രം ബനു മഖ്സൂം ഗോത്രക്കാരിയാണ്. അതായത് അബൂജഹലും ഖാലിദ് ബിനുൽ വലീദെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഗോത്രം. അപ്പോൾ അവർ വന്ന് വഴി തടഞ്ഞുകൊണ്ട് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ, പക്ഷേ ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവൾ ഞങ്ങളുടെ ഗോത്രക്കാരിയാണ്. ആ ജാഹിലിയത്ത് നോക്കുക. ഈ കുഞ്ഞിനെയും ഇവളെയും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു തനിച്ച് ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട് ഏകാന്തനായി ആ മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരികയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അവർ ഭർത്താവ് നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഒരല്പം കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രക്കാർ, അസദ് ഗോത്രക്കാർ, അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവർ ബനു മഖ്സൂമിലേക്ക് വന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് കുഞ്ഞിനെ തടഞ്ഞു വെക്കുക? കാരണം കുഞ്ഞിൻ്റെ അവകാശി പിതാവാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ ഒരു അധികാരമില്ല എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും ആ കുഞ്ഞിനെ അവർ പിടിച്ചു വാങ്ങുകയാണ്. അവർ പിടിച്ചു വാങ്ങി കുഞ്ഞുമായിട്ട് ഭർത്താവിൻ്റെ ഗോത്രക്കാരും പോവുകയാണ്. അപ്പോൾ അതോടുകൂടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെടുകയാണ്. ആ ഒരു അവസ്ഥയിൽ ദിവസങ്ങളോളം അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ട് ആ ഭർത്താവും മകനും നഷ്ടപ്പെട്ട ആ ഒരു പോയിന്റിൽ അവർ ദിനേന അവിടെ വന്നിരുന്ന് ഒരുപാട് നേരം, വൈകുന്നേരം രാവിലെ എല്ലാം ആ പഴയ കാലത്തുള്ള ഓർമ്മകളും അയവിറക്കി അവർ കരഞ്ഞിരിക്കും. അങ്ങനെ ദിവസങ്ങൾ, കാലങ്ങൾ കടന്നു പോവാണ്. അവസാനം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു അവസ്ഥയിൽ ആ വിഷമം തോന്നി ആ ഗോത്രത്തിലുള്ള ഒരാൾ ബനു അസദുമായിട്ട് സംസാരിച്ച് കാലങ്ങൾക്ക് ശേഷം അവർ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി അവർ സന്നദ്ധമാവാണ്. അങ്ങനെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ കിട്ടിയ ഉടനെ തന്നെ ആ ഗോത്രക്കാരുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെയും എടുത്ത് ഒറ്റയ്ക്ക് മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ വേണ്ടി യാത്രക്കൊരുങ്ങാണ്. അങ്ങനെ അവർ ആ കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യണം. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ അപകടമാണ്. പക്ഷെ അവരതൊന്നും വകവെക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ആ യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ മക്കയിൽ നിന്ന് ഒരല്പം നീങ്ങിയ തനഈമിലെത്തിയ സമയത്ത് അവിടെ വെച്ചാണ് ഉസ്മാൻ ബിൻ തുൽഹ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള ആ വ്യക്തിയെ, അദ്ദേഹം ആ സമയത്ത് ഇസ്ലാമൊന്നുമല്ല, അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം കാര്യം ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? പറഞ്ഞു, ഞാൻ മദീനയിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഒറ്റയ്ക്കൊരു സ്ത്രീ ഇങ്ങനെ പോവുക, അങ്ങനെ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം, അവിശ്വാസിയായിട്ടുള്ള അദ്ദേഹം ആ മദീനയിൽ വരെ അവരോടൊപ്പം പോവാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തെക്കാളും മാന്യനായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ യാത്രയിലുടനീളം എൻ്റെ മുഖത്ത് പോലും നോക്കാതെ അത്രയും മാന്യമായിട്ട് ആ യാത്രയിലുടനീളം അദ്ദേഹം അവരെ പരിചരിച്ചുകൊണ്ട് ആ മദീന വരെ അവരെ കൂടെ പോയി എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സഹായമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹിനെ സൂക്ഷിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ ഓരോ ആളുകൾ അല്ലെങ്കിൽ ഓരോ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഉസ്മാൻ ബിൻ തുൽഹ അവരെ ഖുബയിലെത്തി ആ ഭർത്താവ് നിൽക്കുന്ന ആ സ്ഥലം കാണിച്ചു കൊടുത്ത് അവരെ യാത്രയാക്കി അദ്ദേഹം ഒറ്റയ്ക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു ചരിത്രം നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു. മറ്റൊരു സൈഡ് പോയിന്റ്, ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് മക്ക വിജയ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ റസൂലുള്ളാഹി കഅബാലയത്തിൻ്റെ കീ, അതിൻ്റെ സംരക്ഷണ ചുമതലയെല്ലാം ഈ സ്വഹാബി ഏൽപ്പിക്കുന്നുണ്ട്. അത് ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ആ കീ സംരക്ഷിച്ചു പോരുന്നത്. നേരത്തെ ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായിരുന്നാലും ഈ അബൂ സലമ ഉമ്മു സലമ ദമ്പതികൾ അവർ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ആ റീയൂണിയൻ സംഭവിക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടെ മദീനയിൽ പിന്നീടുള്ള കാലം ജീവിക്കുകയാണ്. അപ്പം അതിനിടയിൽ ആ കാലഘട്ടത്തിനിടയിൽ അവർക്ക് വീണ്ടും 3 സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ അബിസീനയിൽ വെച്ച അവർക്ക് ആദ്യമായിട്ട് പിറന്ന സലമയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. മറ്റൊരു സൈഡ് പോയിന്റ്, ഈ സലമ ഭാവിയിൽ വിവാഹം കഴിക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെയാണ്. ഉമാമ ബിൻത്ത് ഹംസ റളിയല്ലാഹു അൻഹ, അവരെയാണ് സലമ ഭാവിയിൽ വിവാഹം കഴിക്കുന്നത്. ആ ഒരു കുഞ്ഞിന് പുറമെ വീണ്ടും ദുറ, അതേപോലെ തന്നെ ഉമർ ബിൻ അബി സലമ, അതേപോലെ തന്നെ സൈനബ് ബിൻത്ത് അബി സലമ, 4 സന്താനങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അങ്ങനെ അവർ അവിടെ ജീവിക്കുന്ന. അങ്ങനെ അതിനുശേഷം ബദർ അരങ്ങേറാണ്. ആ ബദറിലും അബൂ സലമ റളിയല്ലാഹു അൻഹു ധീരമായി പോരാടി. അദ്ദേഹം ബദരിയാണ്. എത്രയേട്ടത് നോക്കുക. അതിനുശേഷം ഉഹുദിലും അദ്ദേഹം പങ്കെടുത്തു. ഉഹുദ്, ഇനി നമ്മൾ ആ കോണ്ടക്സ്റ്റിലേക്ക് വരാണ്. ഉഹുദിൽ ശക്തമായി പോരാടി. പക്ഷേ ഉഹുദ് രണാങ്കണത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ തോളിൻ്റെ ഭാഗത്ത് ശത്രുക്കളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിനെ കുത്തി. ഒരു കുന്തം കൊണ്ട് അദ്ദേഹത്തിന് കുത്തേറ്റു. അവിടെ ഒരല്പം ആഴത്തിലുള്ള ഒരു മുറിവ് അദ്ദേഹത്തിന് പറ്റി. ആ യുദ്ധാനന്തരം
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ഭർത്താവിനെ വേണ്ട വിധത്തിലെല്ലാം പരിചരിച്ച് ഏകദേശം ആ മുറിവെല്ലാം ഉണങ്ങി. അത് സുഖപ്പെട്ട ഈ ഒരു സമയത്താണ് ഹിജ്റ വർഷം 4 ശവ്വാൽ മാസത്തിൽ നമ്മുടെ കോണ്ടക്സ്റ്റിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബനുൽ അസദ് ഗോത്രത്തിലേക്ക് ആ ദൗത്യവുമായിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. ഇപ്പോൾ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട പ്രമുഖരായിട്ടുള്ള സ്വഹാബികൾ അടങ്ങുന്ന ഒരു കൊച്ചു സംഘം, 150ഓളം വരുന്ന ഒരു കൊച്ചു സംഘം, അതിൻ്റെ ലീഡറായിട്ടാണ് റസൂലുള്ളാഹി അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ആ സംഘത്തിൽ പ്രമുഖരായിട്ടുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചിട്ടുള്ള അശറ മുബശ്ശിരീനിൽ കടന്നു വരുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു. അവരുണ്ടായിട്ടും അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് ആ ദൗത്യത്തിൻ്റെ നേതൃത്വം നൽകിയത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി, സ്റ്റാറ്റസാണ് കാണിച്ചു തരുന്നത്. ഏതായിരുന്നാലും ഈ കൊച്ചു സംഘം ആ ബനുൽ അസദ് ഗോത്രത്തെ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്ത ആ ബനു അസദ് ഗോത്രക്കാരുടെ ആ പ്രവിശ്യയിലെത്തിയ സമയത്ത് ഈ ഗോത്രക്കാരൊരിക്കലും ഈ ഒരു വരവ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അവർ മുസ്ലിങ്ങളെ കണ്ടതോടുകൂടെ അവർ വരണ്ടോടുകയാണ്, അവരെല്ലാം ഇട്ടെറിഞ്ഞോടുകയാണ്. പിന്നെ മുസ്ലിങ്ങൾക്ക് ഗനീമത്ത് ലഭിക്കുന്നു, യാതൊരു യുദ്ധവും ഇല്ലാതെ തന്നെ അത് ആ സംഭവം അവിടെ കഴിയുകയാണ്. അത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഈ ഒരു പര്യടനം, ഈ ഒരു ശരിയ അത് പ്രാധാന്യം അർഹിക്കുന്നത് ആ ഒരു യാത്ര കഴിഞ്ഞ് വന്ന സമയത്ത്, ആ യാത്ര കാരണമോ മറ്റോ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മുറിവ്, നേരത്തെ പറഞ്ഞ ആ ഉണങ്ങിയ മുറിവ്, അത് വീണ്ടും ഇൻഫെക്ഷൻ ആവുകയാണ്. അത് കാരണം അദ്ദേഹം രോഗബാധിതനാവുകയാണ്. അങ്ങനെ ദിവസം കഴിയുന്നതിനനുസരിച്ച് ആ രോഗം വീണ്ടും വീണ്ടും വഷളായിട്ട് വരികയാണ്. അതിനിടയിൽ ഏതോ ഒരു സമയത്ത്, ഒരു പക്ഷേ ആ രോഗം വരുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ഉഹുദിന് മുമ്പോ ഏതോ ഒരു പോയിന്റിൽ ഒരിക്കൽ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് വരുന്ന ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അവർ പറയുന്ന ആ കാര്യം, അവർ പങ്കുവെക്കുന്ന കാര്യം സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം അദ്ദേഹം പറയാണ്, ലഖദ് സമിഅതു മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ അഹബ്ബ ഇലയ്യ കദാ വ കദാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു. എന്താണ് കേട്ടത്? റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ദുരന്തം, ഒരു മുസീബത്ത് ബാധിക്കുന്ന സമയത്ത്, ആ ബാധിച്ച ഉടനെ നമ്മൾ പറയേണ്ടത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനുശേഷം ആരെങ്കിലും ഈ ഒരു പ്രാർത്ഥന പറയുകയാണെങ്കിൽ, എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഉജ്റുനി ഫി മുസീബത്തി വഖ്ലുഫ്ലി ഖൈറം മിൻഹ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. നിർബന്ധമായിട്ട് ഈ ഒരു പ്രാർത്ഥന മനപ്പാടാക്കുക. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഓ അല്ലാഹ്, എന്നെ ബാധിച്ച ഈ ഒരു ദുരന്തത്തിന് നീ പ്രതിഫലം നൽകണേ, അതിനേക്കാൾ നല്ലതായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ളത് നീ എനിക്ക് തിരിച്ച് നൽകണേ. ഇതാണ് പ്രാർത്ഥന. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഭാര്യയോട് പറയാണ്, ഈ ഒരു പ്രാർത്ഥന ആരെങ്കിലും മുസീബത്ത് ബാധിച്ച ഉടനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പകരമായിട്ട് അതിനേക്കാൾ നല്ലത് നൽകും. അത് ഗ്യാരണ്ടിയാണ്. അത് ഇവിടെ അതിൻ്റെ ഒരു ഫലം ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് കേട്ട ഉടനെ അത് മനപ്പാടാക്കി. അപ്പോൾ ചിന്തിച്ച് നോക്കുക, അതായത് സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ക്ലൂ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ നോക്കുക. അതായത് ഭർത്താവ് വഴി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രാർത്ഥന ഭാര്യയെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് രോഗബാധിതനാണ്. ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് ആ രോഗത്തിൽ യാതൊരു പുരോഗതിയില്ല, ആ രോഗം മൂർച്ഛിച്ച് വരികയാണ്. അപ്പോൾ ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന രൂപത്തിൽ ആ രോഗം അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ദമ്പതികൾക്കിടയിൽ നടക്കുന്ന ഒരു സംഭാഷണവും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയേറെ പരസ്പരം അവർ സ്നേഹിച്ചിരുന്നു. അവരുടെ സ്നേഹം ആ മദീനയിൽ പ്രസിദ്ധമായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്നേഹത്തോടു കൂടെ ഭർത്താവിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഭാര്യ മരിച്ചതിന് ശേഷം ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കാതെ തുടരുകയാണെങ്കിൽ അവർ രണ്ടാളും സ്വർഗത്തിൽ ഒരുമിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ഭാര്യയുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അവർ തിരിച്ചും പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം ആ ഭാര്യ വിവാഹം കഴിക്കാതെ തുടരുകയാണെങ്കിൽ അവർ രണ്ടാളും സ്വർഗത്തിൽ ഒരുമിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ഈ സമയത്ത് പരസ്പരം ഒരു ശപഥം ചെയ്യാം. അതായത് ആരാദ്യം മരിച്ചാലും പിന്നീട് മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് നമുക്ക് പരസ്പരം ശപഥം ചെയ്യാം. അതാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറയുന്നത്. അപ്പോൾ അവിടെ ചിന്തിച്ച് നോക്കുക, ആ ഭർത്താവ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ രൂപത്തിലുള്ളൊരു ശപഥത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു ശപഥം ഏറ്റെടുക്കുക വഴി അവർ സ്വന്തം തന്നെ ഒരു നിബന്ധന വെക്കുന്നത് പോലെയാണ്. അപ്പം ആ രൂപത്തിലെല്ലാം സംസാരിക്കാൻ കാരണം അത്രയേറെ അവർ ആ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് കേട്ട സമയത്ത് അബൂ സലമ റളിയല്ലാഹു അൻഹു അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് കേൾക്കോ?
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടില്ല, എന്താണ്? അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ നീയും കുട്ടികളും പിന്നീട് തനിച്ച് ജീവിക്കരുത്, നീ ഉടനെ തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കണം. എന്നിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹ്, എൻ്റെ കാലശേഷം ഉമ്മു സലമയോട് അവളോട് ഏറ്റവും നന്നായി പെരുമാറുന്ന, അവളെ ഒരിക്കലും വേദനിപ്പിക്കാത്ത ഒരു ഭർത്താവിനെ എൻ്റെ കാലശേഷം അവർക്ക് നീ പകരമായിട്ട് നൽകണേ. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ 2 പ്രാർത്ഥനകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് ആ ഒരു പ്രാർത്ഥന, അതായത് പകരം നല്ലത് നൽകണേ. രണ്ടാമതായിട്ട് ഒരിക്കലും വേദനിപ്പിക്കാതെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ പകരമായിട്ട് നൽകണം. ഈ 2 പ്രാർത്ഥനകൾ അവിടെ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പൂർത്തീകരണം പിന്നീട് നമ്മൾ കാണും. അങ്ങനെ ഒരു അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗം അങ്ങേയറ്റം തീവ്രമായി. അദ്ദേഹം അന്ത്യനിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തി. പിന്നെ റസൂലുള്ളാഹി അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. റസൂലുള്ളാഹി സന്തോഷ വാർത്ത നൽകി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെല്ലാം കൈവച്ച് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ കലിമത്തു തൗഹീദിൻ്റെ ആ വചനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാനും അതേ ഹാലിൽ തന്നെ തുടരാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. വല്ലാത്തൊരു ഇമോഷണൽ സീനാണ്. അതായത് മറ്റുള്ള സ്വഹാബികളെല്ലാം ചുറ്റിലുണ്ട്. ഒരാളുടെ ആ മരണം അന്ത്യനിമിഷങ്ങൾ നേരിൽ കാണുക എന്നുള്ളത് ജീവിതത്തിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പത്തിൽ അത്തരത്തിലൊരു അനുഭവം കണ്ടത് ഇന്നും അതേ രൂപത്തിൽ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ സംവിധാനങ്ങളെല്ലാം അത്യധികം വികസിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിമിഷങ്ങൾ പലപ്പോഴും പല ആളുകളും സാക്ഷിയാകാറില്ല. അന്ത്യനിമിഷങ്ങൾ നേരിൽ കാണുന്നത്, അതേപോലെ തന്നെ ഖബർസ്ഥാൻ കാണുന്നതും, ചില മുൻകാലത്തുള്ള ചില പണ്ഡിതന്മാർ അവർ ജീവിച്ചിരിക്കെ തന്നെ ഖബറിലൊരല്പം സമയം പോയി അവർ കിടക്കുമായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഒരു 100-1000 പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ വലിയ സ്വാധീനമായിരിക്കും അത്തരത്തിലുള്ള കാഴ്ചകൾ, അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു തൻ്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശ്വാസം നിലച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ സ്വന്തം കൈകൾ കൊണ്ട് ആ കണ്ണുകൾ അടച്ചു. ആ ഒരു സുന്നത്ത് ആ സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന റൂഹ ഇദാ ഖുബില തബഅഹുൽ ബസർ. ആ റൂഹ്, ആത്മാവ് പിടിക്കപ്പെട്ടാൽ കണ്ണുകൾ അതിനെ പിന്തുടരും. റസൂലുള്ളാഹി കണ്ണുകൾ അടച്ചു. അപ്പോൾ ആ മരണം സ്ഥിരീകരിച്ചതോടുകൂടെ ആ വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉയരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞു, ലാ തദഉ ഇലാ അൻഫുസിക്കും ഇല്ലാ ബിഖൈർ. നിങ്ങൾ ഈ സമയത്ത് നല്ലത് മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ നല്ലത് മാത്രം നിങ്ങൾ പറയുക. കാരണം ഫഇന്നൽ മലായികത തുഅമ്മിനു അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നതിനെല്ലാം ഈ ഒരു സമയത്ത് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം റസൂലുള്ളാഹി തന്നെ തൻ്റെ ആ പുണ്യകരങ്ങൾ കൊണ്ട് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കുളിപ്പിക്കുകയാണ്. അതിനുശേഷം ആ ജനാസ നമസ്കാരത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകുകയാണ്. ഒരല്പം ദഈഫായിട്ടുള്ള ചില ഉദ്ധരണികൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ജനാസ നമസ്കാരത്തിൽ 9ഓളം തക്ബീറാത്തുകൾ ചൊല്ലി. എന്നാൽ നമസ്കാരാനന്തരം അനുയായികൾ വന്ന് റസൂലുള്ളാഹി മറന്നതാണെന്ന് കരുതി അവർ ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ മറന്നതല്ല, 1000 തക്ബീറുകൾ അബൂ സലമക്ക് വേണ്ടി ചൊല്ലിയാലും അത് അധികാവില്ല. അത് ഉദ്ധരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. അതിനുശേഷം ആ ഖബറടക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടായിരുന്നു. ആ ഖബറടക്കി ആ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി അവിടെ വെച്ച് അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഫ്സഹ് ലഹു ഫീ ഖബർ വനവ്വിർ ലഹു ഫീ. റസൂലുള്ളാഹി പറയാണ്, ഓ അല്ലാഹ്, അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ നീ പുറത്തു കൊടുക്കണം, അദ്ദേഹത്തെ ആ സന്മാർഗികളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തണേ, അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള ആളുകൾക്ക് ആ നഷ്ടപ്പെട്ടതിന് പകരം നൽകണേ. വഗഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. ഓ അല്ലാഹ്, അദ്ദേഹത്തിനും ഞങ്ങൾക്കും പുറത്തു തരണം. അതിനുശേഷം ആ ഖബറിന് വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട്, വഫ്സഹ് ലഹു ഫീ ഖബറിഹി, അദ്ദേഹത്തിൻ്റെ ആ ഖബർ വിശാലാക്കണേ. വനവ്വിർ ലഹു ഫീഹി, ആ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ. ചിന്തിച്ചു നോക്കുക, ഈ ഒരു സ്വഹാബി അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ സൗഭാഗ്യം. ആ മരണാസന്നനായിട്ടുള്ള സമയത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തൊട്ടടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷ വാർത്ത നൽകുന്നു, റസൂലുള്ളാഹി ചൊല്ലിക്കൊടുക്കുന്നു. അതിനുശേഷം മരണപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി ജനാസ കുളിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അതേപോലെ തന്നെ ഖബറടക്കാനും ആ ഖബറടക്കിയതിന് ശേഷം ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയെല്ലാം ലഭിക്കാനുള്ള
ആ മഹത്തായിട്ടുള്ള സൗഭാഗ്യം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുകയാണ്. അതിന് ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തുടരാണ്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് മുമ്പ് ഭർത്താവ് പറഞ്ഞ ആ പ്രാർത്ഥന പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഉദ്ധരണി, ഞാൻ ആ വിഷമത്തോടു കൂടെ തന്നെ ആ പ്രാർത്ഥന മറക്കാതെ ചൊല്ലി, അല്ലാഹു ഉജ്റുനി ഫി മുസീബത്തി വഖ്ലുഫ്ലി ഖൈറൻ മിൻഹ. ഓ അല്ലാ, എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു മുസീബത്തിന് നീ പ്രതിഫലം നൽകണേ, അതിനേക്കാൾ നല്ലത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആ രണ്ടാമത്തെ വരി പറഞ്ഞ സമയത്ത് അതിനേക്കാൾ നല്ലത് പകരം നൽകണേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എൻ്റെ ഭർത്താവിനേക്കാൾ നല്ലത് ഈ ലോകത്ത് ഇനി എന്താണ് ലഭിക്കാനുള്ളത്? അത്രയും നല്ലൊരു വ്യക്തിയെ എനിക്ക് ഇനി എവിടെ നിന്ന് പകരമായിട്ട് ലഭിക്കാനാണ്? അങ്ങനെ അവർ ആ രൂപത്തിൽ മനസ്സിൽ ചിന്തിച്ചു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. അങ്ങനെ ഭർത്താവിൻ്റെ മരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മാ മാത അബൂ സലമ ഖുൽതു ഗരീബുൻ വഫിൽ അർളി ഖുർബ. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതോടുകൂടെ ഞാൻ അപരിചിതമായിട്ടുള്ളൊരു നാട്ടിൽ അപരിചിതയായി തീർന്നു. അതായത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ വിഷമം കാരണം ല അബ്കിയന്നഹു ബുകാഅൻ യതഹദ്ദസു അൻഹു, മറ്റുള്ള ആളുകൾ പറയുമാർ ഞാൻ എൻ്റെ വിഷമം കരഞ്ഞു തീർക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അങ്ങേയറ്റം ദിവസങ്ങളോളം കരയാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആ വിഷമം കണ്ട ആ മദീനയിലുള്ള ആളുകൾ, അവർ തമ്മിലുള്ള ആ ബന്ധം നേരത്തെ പറഞ്ഞു, അവരുടെ ആ വിഷമത്തിൽ മുസ്ലിങ്ങൾ ഒന്നടങ്കം വിഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അയ്യിമുൽ അറബ്, അതായത് അറബികളുടെ വിധവ എന്നുള്ള അപരനാമത്തിലെല്ലാം അവരെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ആ പേരിൽ അവർ അറിയപ്പെട്ടു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആ നിലക്കാത്ത വിഷമം കാരണമുള്ള ഉച്ചത്തിലുള്ള കരച്ചിൽ, ആ വിവരെല്ലാം അറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ വീട്ടിലെത്തി. റസൂലുള്ളാഹി ചോദിച്ചു, അതുരീദീന അൻ തുദ്ഖിലി ശൈത്വാന ബൈതൻ അഖ്റജഹുല്ലാഹു മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കിയിട്ടുള്ള ആ പിശാചിനെ ഈ രൂപത്തിൽ ഉച്ചത്തിൽ കരഞ്ഞ് നീ വിളിച്ചു വരുത്തരുത്. അങ്ങനെ റസൂലുള്ളാഹി ആശ്വാസവാക്കുകൾ ഉപദേശങ്ങളെല്ലാം നൽകി റസൂലുള്ളാഹി പോവുകയാണ്. അങ്ങനെ അവർ ആ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവർ ആ ഇദ്ദ പൂർത്തിയാക്കിയ ഉടനെ തന്നെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ആ പ്രപ്പോസലായിട്ട് വരികയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആ സമൂഹം ആ രൂപത്തിലാണ്. ഒരാളും സംരക്ഷകനില്ലാതെ വിധവയായിട്ട് അവിടെ അവശേഷിക്കേണ്ടി വന്നിരുന്നില്ല. ആരെങ്കിലും വിധവയായാൽ ഉടനെ തന്നെ ആരെങ്കിലും ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ഇത്രയും പ്രമുഖമായിട്ടുള്ള ആ ബനു മഖ്സൂം ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കൂടെയാണ്. അപ്പോൾ അവർ ഇദ്ദ പൂർത്തിയാക്കിയ ഉടനെ തന്നെ ആദ്യം മറ്റാരല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ആ പ്രപ്പോസലായിട്ട് വന്നു. പക്ഷേ അവർ ആ പ്രപ്പോസൽ നിരസിക്കുകയാണ്. കാരണം അവരുടെ കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞു തൻ്റെ ഭർത്താവിനോളം ഒരാളും വന്നിരുന്നില്ല. ആ രൂപത്തിലാണ് ഭർത്താവിനെ കണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പ്രപ്പോസൽ അവർ നിരസിച്ചു. ശേഷം രണ്ടാമതായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും രണ്ടാമതായിട്ട് വന്നു. അതും അവർ നിരസിച്ചു. കാരണം അതൊന്നും, അതായത് അത്രയേറെ ഭർത്താവിനെ ആ ഒരു ദർജയിലാണ് അവർ കണ്ടിട്ടുള്ളത്. പിന്നീട് മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതേ ആവശ്യവുമായിട്ടൊരു ദൂതനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അവരത് കേട്ട സമയത്ത് അത്യധികം സന്തോഷിച്ചു. പക്ഷേ ആ സമയത്തും അവരൊറ്റടിക്ക് ആ പ്രപ്പോസൽ സ്വീകരിച്ചില്ല. അവർ നൽകിയ മറുപടിയോ, പ്രവാചകരെ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, അതായത് ഞാൻ നോ പറയാത്ത ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ്, പക്ഷേ എനിക്കത് സ്വീകരിക്കാൻ 3 തടസ്സങ്ങളുണ്ട്, 3 കണ്ടീഷൻ അവർ മുന്നിൽ വെക്കുകയാണ്. ഒന്നാമതായിട്ട് അവർ പറഞ്ഞു, ഞാൻ അങ്ങേയറ്റം ഗീറയുള്ളൊരു സ്ത്രീയാണ്. ഗീറ എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ളൊരു അസൂയ. കാരണം അവർ ഒരേ ഒരു ഭർത്താവിൻ്റെ കീഴിൽ മാത്രമാണ് ജീവിച്ചത്. അതായത് നിരവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഭാര്യമാരുണ്ട്. അപ്പോൾ നിരവധി ഭാര്യമാരുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും താങ്കൾക്ക് ദേഷ്യം വരുന്ന എന്തെങ്കിലും വല്ല ഒരു പ്രവൃത്തിയോ വാക്കോ എന്നിൽ നിന്ന് വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതാണ് അവർ ഒന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞത്. രണ്ടാമതായിട്ട് അവർ പറഞ്ഞു, ഞാൻ പ്രായമുള്ള സ്ത്രീയാണ്. പ്രായം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ അത്രയില്ല, പക്ഷേ അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ അല്ലെങ്കിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ പോലെ ചെറുപ്പക്കാരിയല്ല, അവർ മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ രണ്ടാമത്തെ കാരണം പ്രായം പറഞ്ഞു. മൂന്നാമതായിട്ട് അവർ പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല, എനിക്ക് 4 കുട്ടികളുണ്ട്. ഈ ഒരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പറഞ്ഞേക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി അത് കേട്ട ഉടനെ തിരിച്ചു നൽകിയ മറുപടി റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നാമത്തെ പ്രശ്നമായിട്ട് പറഞ്ഞ ഗീറ, അതില്ലാതാകാൻ വേണ്ടി, അത് മാറാൻ വേണ്ടി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. പിന്നീട് പറഞ്ഞ ആ പ്രായം, ആ രോഗം എന്നെയും ബാധിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി പറയാണ്. മൂന്നാമതായിട്ട് പറഞ്ഞ ആ കുട്ടികൾ, അവർ എൻ്റെയും കുട്ടികളാണ്, അതായത് എൻ്റെ കുട്ടികളെപ്പോലെ ഞാൻ അവരെ പരിചരിച്ചു കൊള്ളാം. ഈ ഒരു 3 വാക്ക് റസൂലുള്ളാഹി നൽകിയ സമയത്ത് അവർ അത്യധികം സന്തോഷിക്കുകയാണ്. ആ വന്ന സൗഭാഗ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് ഭർത്താവായിട്ട് ലഭിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, അതിൻ്റെ പൂർത്തീകരണം അതിവിടെ ചേർത്ത് വായിക്കുക. അങ്ങനെ ഹിജ്റ വർഷം 4 ശവ്വാൽ മാസത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടത്, ഉമ്മു സലമ എന്നുള്ളത് അവരുടെ വിളിപ്പേരാണ്. യഥാർത്ഥത്തിലുള്ള പേര്
ഹിന്ദ് ബിൻത്ത് അബു ഉമയ്യ റളിയല്ലാഹു അൻഹ, അതാണ് അവരുടെ യഥാർത്ഥ നാമം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ ഒരു വിവാഹം ശത്രുക്കൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം, റസൂലുള്ളാഹ് വ്യത്യസ്ത ഭാര്യമാരെ സ്വീകരിച്ചതെല്ലാം ആരോപണമായിട്ട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ വിവാഹത്തിന് പിന്നിലും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ നോക്കുക. യഥാർത്ഥത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ വലിയ ത്യാഗത്തിനുള്ള ഒരു പ്രതിഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമയത്ത് അവർക്ക് റസൂലുള്ളാഹിനെ നൽകുകയാണ്. കാരണം അത്രയേറെ ത്യാഗം ഈ ദീനിന് വേണ്ടി അവർ സഹിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് ഭർത്താവ് നഷ്ടപ്പെടാണ്. നേരത്തെ അവർ പറഞ്ഞ വാക്കുകൾ ഓർക്കുക, അതായത് അപരിചിതമായിട്ടുള്ളൊരു നാട്ടിൽ ഞാൻ അപരിചിതയായി തീർന്നു. അവർ അത്രയേറെ വിഷമിക്കുകയാണ്. അതുമാത്രമല്ല, പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പ്രപ്പോസൽ പോലും അവർ നിരസിക്കുകയാണ്. എന്തിനേറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ പോലും അവർ സ്വീകരിക്കുന്നില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അവർ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടിയാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഈ ഒരു വിവാഹത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു യുക്തിയായിട്ട് പറയുന്നത്, ഈ ഒരു വിവാഹം നടന്നതോടുകൂടെ ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട പല ആളുകളുടെയും ആ കണിശമായിട്ടുള്ള നിലപാടിൽ ഒരു അയവ് വരാൻ അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. ഈ ഒരു വിവാഹം നടന്ന വാർത്ത അറിഞ്ഞ സമയത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സന്തോഷിച്ചു. കാരണം അവരുടെ അടുത്ത ബന്ധുവാണ്. ഈ ഒരു അവസ്ഥയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചതിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സന്തോഷിച്ചു. അദ്ദേഹം ഈ സമയത്ത് ഇസ്ലാമല്ല, ഒരല്പം കഴിയുമ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് നയിച്ച നിരവധി കാരണങ്ങൾ, നിരവധി ട്രിഗർ പോയിന്റുകളിൽ പ്രധാനപ്പെട്ടൊരു കാരണം ഇതായിരുന്നു. അതായത് റസൂലുള്ളാഹിയുമായിട്ടുള്ള സമീപനത്തിൽ ഒരു മാറ്റം, ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു വിവാഹം കാരണമാക്കി തീർത്തു എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില യുക്തികൾ ആ ഒരു വിവാഹത്തിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിവാഹം അവിടെ നടക്കുകയാണ്. പിന്നീടുള്ള കാലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മക്കളും വളരെ സന്തോഷത്തോടു കൂടെ തന്നെ റസൂലുള്ളാഹിനോടൊപ്പം ആ വീട്ടിൽ ജീവിച്ചു. ഒരു നിലക്കും റസൂലുള്ളാഹി അവരെ വിഷമിപ്പിച്ചിരുന്നില്ല. ഒരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ മടിയിലിരുത്തി ആ അഹ്ലു ബൈത്തിന് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പുറത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് കണ്ടു നിൽക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ അവരുടെ മുഖത്തൊരു വിഷമം പ്രകടമായി. ഉടനെ തന്നെ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഓ പ്രവാചകരെ, ഞങ്ങളതിൽ പെടില്ലേ? അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെയും മക്കളെയും അവരെ ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളും അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചതായിട്ടെല്ലാം ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വന്തം മക്കളെപ്പോലെ റസൂലുള്ളാഹി അവരെ പരിചരിച്ചു. അതുമാത്രമല്ല, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരത്യധികം ബുദ്ധിയുള്ള പക്വതയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ നിരവധി ചോദ്യങ്ങൾ, 350-ലധികം ഹദീസുകൾ അവർ പിൻകാലത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പല ആളുകളും ചോദിക്കാൻ ധൈര്യപ്പെടാത്തതെല്ലാം അവർ നേരിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതെല്ലാം ആ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നത്, ഇമാം അഹ്മദും തുബ്രാനി എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അവർ ചോദിച്ചു, ഓ പ്രവാചകർ, എന്താണ് പരിശുദ്ധ ഖുർആനിൽ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്തത്? മാലനാ ലാ നുദ്കറു ഫിൽ ഖുർആനി കമാ യുദ്കറു റിജാൽ. പുരുഷന്മാരെ പോലെ തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പറയാത്തത്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആ മുഅ്മിനീൻ എന്നുള്ളത് രണ്ട് ജെൻഡറും അതിനകത്ത് പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല? അതാണ് അവരുടെ ചോദ്യം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദമായി. അങ്ങനെ അവർ പറയാണ്, പിറ്റേ ദിവസം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീട്ടിൽ ആ മുടി വാർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് റസൂലുള്ളാഹി ആ പള്ളിയിൽ മിമ്പറിൽ കയറി റസൂലുള്ളാഹിക്ക് ഒരു വഹി ലഭിച്ചിരുന്നു. ആ വഹി ലഭിച്ച ആയത്ത് റസൂലുള്ളാഹി അനുയായികളിലേക്ക് പങ്കുവെക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ തലേ ദിവസം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചതിനുള്ള മറുപടി ആയിരുന്നു. ആ സമയത്താണ് ആ സൂറത്തുൽ അഹ്സാബിൻ്റെ 35-ാമത്തെ പ്രസിദ്ധമായിട്ടുള്ള ആ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യായിട്ട് ലഭിക്കുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാറ്റഗറിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നുണ്ട്. അവിടെ എല്ലാം പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീകളെയും പുരുഷന്മാരെയും ഓരോ വിഭാഗങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്ന ആ മനോഹരമായിട്ടുള്ള ആയത്ത് ആ സമയത്ത്, അതായത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് റസൂലുള്ളാഹിക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, പിന്നീട് മുന്നോട്ടുള്ള ചരിത്രത്തിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പിന്നീട് പറയും. ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിലെല്ലാം വളരെ നിർണായകമായിട്ടുള്ള ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകുന്നതെല്ലാം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. റസൂലുള്ളാഹി ഉപദേശം സ്വീകരിക്കുന്നതും വലിയൊരു പ്രതിസന്ധി അതുവഴി ഒഴിവാകുന്നതെല്ലാം മുന്നോട്ടുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ജീവിതകാലത്തുടനീളം റസൂലുള്ളാഹി അവരെയും മക്കളെയും എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിച്ച് അവർ റസൂലുള്ളാഹിനെ അങ്ങേയറ്റം ആദരിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി,
നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട് അതേ ഹദീസിൽ, അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് അങ്ങേയറ്റം നന്നായി പെരുമാറുന്നവനാണ്. പലപ്പോഴും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് അവർ കരയായിരുന്നു. എന്നിട്ട് അവർ പറയും, സദഖ്ത യാ റസൂലുള്ളാഹ്, ഓ പ്രവാചകരെ നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. അത്രയേറെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതത്തിൽ അത്രയേറെ സംതൃപ്തിയായിരുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, നേരത്തെ അബൂ സലമ റളിയല്ലാഹു അൻഹ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്, ഓ അല്ലാ, ഈ എൻ്റെ അതായത് ഉമ്മു സലമക്ക് അവളെ ഒരിക്കലും വിഷമിപ്പിക്കാത്ത, അവളെ എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ നൽകണേ എന്നുള്ള അവരുടെ ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ താരതമ്യേന ഒരല്പം ലേറ്റായിട്ടാണ് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ടും ഒരല്പകാലം ആ റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ള ആ ജീവിതത്തെ അവർ ഇത്രയേറെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ, ഞാനിത് ഈ ഒരു ടാൻജൻറ്റ് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, പലപ്പോഴും റസൂലുള്ളാഹിൻ്റെ വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വിമർശകർ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി മറ്റൊരു ഹദീസിലും പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ്. അതായത് ലോകത്ത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ആ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നൽകാൻ ഏറ്റവും യോഗ്യത നിങ്ങളുടെ കൂടെ കഴിയുന്ന ഭാര്യക്കാണ്. അതായത് പ്രസവിച്ച മാതാപിതാക്കൾക്ക് പോലും അറിയാത്തൊരു നിങ്ങളുടെ ഒരു ഡാർക്ക് സൈഡ് അവർക്കറിയാൻ സാധിക്കും. ഇപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട്, നിങ്ങളിലോ എത്ര ഉന്നതിയിലെത്തിയാലും 3 വിഭാഗം ആളുകളെ അവർ നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഇമ്പ്രസ് ആവില്ല. ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങളൊരു പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാലും അവർക്ക് ആ സമയത്ത് നിങ്ങളെ കുട്ടികളായിട്ടാണ് അവർ കാണുക. രണ്ടാമതായിട്ട് പറയുന്നത് സഹപാഠികളാണ്. മാതാപിതാക്കൾക്ക് അറിയാത്തൊരു നിങ്ങളുടെ ഒരു സൈഡ് സഹപാഠികളായിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും. അവർ നിങ്ങൾ ഉന്നതിയിലെത്തിയാലും പല ആളുകളും അവർ നിങ്ങളെക്കുറിച്ച് ഇമ്പ്രസ് ആവില്ല. മൂന്നാമതായിട്ട് പറയുന്നത് ഭാര്യയാണ്. കാരണം ഈ 2 കൂട്ടർക്ക് അറിയാത്ത നിങ്ങളുടെ ഒരു പിക്ചർ, അതായത് എല്ലാ മുഖംമൂടിയും ഭാര്യയുടെ മുമ്പിൽ അഴിഞ്ഞു വീടും. അപ്പോൾ ആ ഭാര്യ നിങ്ങളെ ആദരിക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് മറ്റുള്ള ആളുകളാലെല്ലാം ആദരിക്കപ്പെടാൻ നീ അർഹനാണ്. അപ്പോൾ അവിടെ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരു ഭാര്യയിൽ നിന്നും ആ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം പ്രയാസപ്പെടുന്ന സമയത്ത് ഒരേ സമയം 9 ഭാര്യമാരിൽ നിന്നും ഏറ്റവും ഉന്നതമായിട്ടുള്ള റാങ്കോടുകൂടെ ആ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എത്രത്തോളം ഉന്നതമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ സ്വഭാവത്തിൻ്റെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകാനുള്ള കാരണം. അപ്പം അത് ചിന്തിച്ചു നോക്കുക. അതായത് പല ഭാര്യമാരും, അതിൽ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഏറ്റവും അവസാനം വഫാത്താകുന്ന റസൂലുള്ളാഹിൻ്റെ പത്നിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഹിജറ വർഷം 61, 84 വയസ്സ് വരെ അവർ ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയും സമാനമാണ്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അവർ കാലങ്ങളോളം ജീവിക്കുന്നുണ്ട്. പല സമയത്തും റസൂലുള്ളാഹിൻ്റെ അനുയായികൾ പല സംശയമായിട്ട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പല തവണ അവർ വന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ ഒരു ഭാര്യയ്ക്കും ഉണ്ടായിരുന്നില്ല. അവർക്ക് പോസിറ്റീവുകൾ മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതയാണ് അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ വിമർശകരായിട്ടുള്ള ആളുകൾ അവർ ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന നിരവധി വിപ്ലവ നേതാക്കന്മാർ അല്ലെങ്കിൽ ചിന്തകരായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാം കുടുംബജീവിതം നമ്മളൊരു ലെൻസ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പലതും ചീഞ്ഞു നാറുന്നതാണ്, പുറത്ത് പറയാൻ കഴിയാത്തതാണ്. ഭാര്യ ഉണ്ടായിരിക്കെ വെപ്പാട്ടികളെ സ്വീകരിച്ച് അല്ലെങ്കിൽ വസ്ത്രം മാറുന്നത് പോലെ ആ സ്ത്രീയെ സമീപിച്ച ആളുകളാണ് പല ആളുകളും. അപ്പോൾ ഈ രൂപത്തിലുള്ള ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിനെതിരെ വിമർശനമായിട്ട് വരുന്നത്. അപ്പോൾ അവരെല്ലാം ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ ശോഭിച്ചിട്ടുണ്ടാകും, പക്ഷേ പലപ്പോഴും അവരുടെ കുടുംബജീവിതം അതൊരു ഡാർക്ക് സൈഡായിട്ട് അവിടെ കിടക്കുന്നുണ്ടാകും. പക്ഷെ അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ മേഖലയിലും ശോഭിച്ച ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള റോൾ മോഡൽ, ഉസ്വത്തുൻ ഹസന, ആ ഒരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉഹദിൻ്റെ അനന്തരമുള്ള സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മദീനക്കെതിരെ തലപൊക്കാൻ ചില ഗോത്രങ്ങൾ നടത്തിയ ശ്രമങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഗോത്രത്തെ നമ്മൾ പറഞ്ഞു, അതിനെ റസൂലുള്ളാഹി അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ പറഞ്ഞയച്ച് ആ ശ്രമത്തെ ദുർബലപ്പെടുത്തി. അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഗോത്രം മാത്രമല്ല, വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഗോത്രം, മക്കക്കും മദീനക്കും ഇടയിൽ ആ വടക്ക് ഭാഗത്തുള്ള വലിയൊരു ബദുക്കളുടെ ഒരു ഗോത്രം, ഹുദൈൽ ഗോത്രവും സമാനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ആ ഗോത്രത്തിൻ്റെ തലവൻ, അയാളുടെ പേര് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക, ഖാലിദ് ബിൻ സുഫിയാൻ അൽ ഹുദലി.
അയാൾ ഭീമാകാരനായിട്ടൊരു മനുഷ്യനാണ്. അയാളെ മറ്റുള്ള ആളുകളെല്ലാം ഭയപ്പെട്ടിരുന്നു. 1000 ആളുകൾക്ക് തുല്യം എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു മനുഷ്യൻ. അയാളുടെ നിർബന്ധം കാരണം ഈ ഹുദൈൽ ഗോത്രം അവർ മദീനയുടെ സമീപത്തുള്ള നഖ്ല എന്നുള്ള സ്ഥലത്ത് നിരവധി ആളുകളെല്ലാം സംഘടിപ്പിച്ച് ഒരു സൈന്യത്തെല്ലാം ഒരുക്കി അവർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം റസൂലുള്ളാഹി, ഈ രഹസ്യ വിവരം റസൂലുള്ളാഹിക്ക് ലഭിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ ആ ഗോത്രത്തിൽ തന്നെ പെട്ട ചില ആളുകൾ റസൂലുള്ളാഹിക്ക് വിവരം കൈമാറാണ്. കാരണം അതിൽപ്പെട്ട പല ആളുകൾക്കും ഇതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാളുടെ നിർബന്ധം കാരണം, അയാളെ ഭയന്നാണ് പല ആളുകളും ആ ഒരു ശ്രമത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. അപ്പം അത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഈ ഒരു മനുഷ്യൻ മാത്രമാണ് ഇതിനെല്ലാം അവരെ നിർബന്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ കഥ കഴിച്ചാൽ ഈ ഒരു ശ്രമത്തെ മുഴുവനായിട്ട് ദുർബലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി അയാളെ വധിക്കാനുള്ള ഒരു ഓർഡർ അനുയായികൾക്ക് നൽകുകയാണ്. അനുയായികളിൽ നിന്നും ഒരാളെ റസൂലുള്ളാഹി അതിനു വേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. പ്രസിദ്ധനായിട്ടുള്ള കരുത്തനായിട്ടുള്ളൊരു സ്വഹാബി അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി ഒരു മിഷൻ നൽകുന്നത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ വരികൾക്കിടയിലൂടെ അതൊന്ന് വേറിട്ട് നോക്കുന്ന സമയത്ത് ഓരോ ദൗത്യത്തിനും റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അത് മുന്നേയും മുന്നോട്ടുള്ള ചരിത്രത്തിലും അതേപോലെ തന്നെ നേരത്തെ എല്ലാം നമ്മൾ കണ്ടു, ഓരോ ദൗത്യത്തിനും ആപ്റ്റായിട്ടുള്ള ആളെ റസൂലുള്ളാഹി അനുയായികളിൽ നിന്ന് ചൂസ് ചെയ്യും. അപ്പോൾ അനുയായികളെ കൃത്യമായിട്ട് ഓരോ ആളുകളെയും റസൂലുള്ളാഹി പഠിച്ചിരുന്നു. ആ ദൗത്യം ഏൽപ്പിക്കുന്ന ആൾ അത് വളരെ വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതായത് നഖ്ലക്ക് സമീപം ഇയാളുടെ നേതൃത്വത്തിൽ ഒരു സൈന്യമുണ്ട്, അപ്പോൾ അയാളെ വധിക്കണം എന്നാണ് റസൂലുള്ളാഹി അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിന് ഓർഡർ നൽകുന്നത്. അപ്പോൾ വളരെ അപകടം പിടിച്ചൊരു ദൗത്യമാണ്, അത് ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അദ്ദേഹം ധൈര്യത്തോടു കൂടെ തന്നെ അതിന് സമ്മതം മൂളി. ഇതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി സിഫ്ലി ഹത്ത ആരിഫു, എനിക്ക് അയാളെക്കുറിച്ചുള്ള അയാളുടെ ഒരു വിവരണം, ഒരു ഡിസ്ക്രിപ്ഷൻ, അയാളുടെ ഒരു ഏകദേശ രൂപം എനിക്ക് നൽകുമോ? ആ സമയത്ത് റസൂലുള്ളാഹി അയാളെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അത്ഭുതം എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അയാളെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നീ അയാളെ കണ്ടാൽ ഇദാ റഅയ്തഹു വജദ്ത ലഹു ഖുശ്അരീറ, അയാളെ നീ കാണുന്ന സമയത്ത് നിനക്ക് വല്ലാത്തൊരു ഭയം, ഒരു ഉൾഭയം ഉണ്ടാകും. ആ രൂപത്തിലാണ് അയാളുടെ ഫിഗർ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകർ, ഞാൻ ഇന്നേ വരെ ഒരാളെ കണ്ട് ഭയപ്പെട്ടിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇയാളെ കാണുന്ന സമയത്ത് നിൻ്റെ ശരീരം ഒന്ന് വിറക്കും. ആ രൂപത്തിലാണ് അയാളുടെ ലുക്ക്. ഇബ്നു സഅദിൻ്റെ തബഖാത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ റഅയ്തഹു ഹിബ്തഹു വ ഫറഖ്ത മിൻഹു വ ദക്കർത ശൈത്വാൻ, അതായത് അയാളുടെ ആ രൂപവും ഭാവവും മട്ടെല്ലാം കാണുന്ന സമയത്ത് ഏകദേശം ഒരു പിശാചിനെ പോലെയാണ്. അതായത് ഒരു ഈവിൾ ലുക്കാണ്, അതായത് ഭീകരമായിട്ടുള്ള രൂപമാണ് അയാൾക്കുള്ളത്. റസൂലുള്ളാഹി വിവരിച്ചു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ഏകദേശം ആ രൂപമെല്ലാം ലഭിച്ചതിന് ശേഷം റസൂലുള്ളാഹിനോട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു വലിയ ദൗത്യം നിർവഹിക്കാൻ എനിക്ക് ചിലപ്പോൾ വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയേണ്ടി വരും, അതിന് താങ്കൾ അനുമതി നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പെർമിഷൻ നൽകി. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, യുദ്ധം റസൂലുള്ളാഹി മറ്റൊരു ഹദീസിലും അൽ ഹർബ് ഖുദ്അ, യുദ്ധം എന്നുള്ളത് തന്ത്രമാണ്. ആ രൂപത്തിലുള്ള തന്ത്രങ്ങൾ ഈ രൂപത്തിലുള്ള ഒരു കുറ്റവാളിയെ കീഴടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി അതിനുള്ള അനുമതി നൽകുകയാണ്. അപ്പോൾ ആ ഒരു വലിയ മിഷൻ ഏറ്റെടുത്ത് അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു അയാളെയും തേടി മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്ത് അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ആ ലക്ഷ്യസ്ഥാനത്ത്, ആ ഹുദൈൽ ഗോത്രക്കാരുടെ ആ പ്രവിശ്യ നഖ്ല ഏരിയയിലെത്തി. അവിടെ എത്തി ഒരല്പം ദൂരം നിന്നും രഹസ്യമായിട്ട് ആ ഗോത്രത്തെ നിരീക്ഷിച്ച സമയത്ത് ആ ഗോത്രത്തിലെ നിരവധി ആളുകളുണ്ട്. അവർക്കിടയിൽ അവരുടെ ആ നേതാവ് ഖാലിദ് ബിൻ സുഫിയാൻ അൽ ഹുദലിയെ ദൂരെ നിന്നും അദ്ദേഹം കണ്ടു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അദ്ദേഹം നടുങ്ങി. കാരണം ആ റസൂലുള്ളാഹി നൽകിയ വിവരണം പോലെ തന്നെ അദ്ദേഹം പൈശാചികമായിട്ടുള്ളൊരു ഭീകര ലുക്കായിരുന്നു. ആ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, സദഖല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞത് സത്യം. കാരണം ആ രൂപത്തിൽ തന്നെ ആയിരുന്നു അയാൾ. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി, അയാളെ സമീപിക്കാൻ വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി അവിടെ രഹസ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സമയം നീങ്ങാണ്, ലഹ്റോ അസ്റോ ഏതോ ഒരു നമസ്കാരത്തിൻ്റെ സമയം കൂടെയാണ്. അപ്പോൾ സമയം നീങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അത് മറ്റൊരു ഗോത്രക്കാരുടെ ഏരിയയാണ്. അവിടെ അപരിചിതനായിട്ടുള്ള ഒരാൾ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ശരീരചേഷ്ടകൾ കാണിക്കുന്നത് എങ്ങാനും ആരെങ്കിലും കണ്ണിൽ പെട്ടാൽ തീർച്ചയായിട്ടും ജീവൻ പോകും. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് അല്ലെങ്കിൽ അവിടെ നമസ്കരിക്കുന്നത് ബുദ്ധിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വഹാബി ആ ഗോത്രത്തിലേക്കുള്ള ആ നടത്തത്തിൽ, ആ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആ നടന്നുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു എന്നുള്ളതാണ്. അതായത് സ്വലാത്തുൽ ഖൗഫ്, ആ രൂപത്തിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, സ്വലാത്തുൽ ഖൗഫ്, ആ ഭയത്തിൻ്റെ നമസ്കാരം, അത് ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധരംഗങ്ങളിലെല്ലാം ആ സമയത്ത് ആ രൂപത്തിലാണ് നമസ്കരിക്കാറുള്ളത്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് മുഴുവൻ ആളുകളും നമസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അപ്പം അത് വ്യത്യസ്ത വെർഷനുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്വഹാബി നടന്നുകൊണ്ടാണ് നമസ്കരിച്ചത്. ഈ ഒരു നമസ്കാരത്തിന്
ഈ ഹദീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസിൻ്റെ ഷർഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയെ പോലെയുള്ള ആളുകൾ ഈ നമസ്കാരത്തിൻ്റെ 6 അല്ലെങ്കിൽ 10-ലധികം വെർഷൻ ഈ നമസ്കാരത്തിനുണ്ട്. അത് ഓരോ സാഹചര്യത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് വ്യത്യസ്ത രൂപങ്ങളിലാണത് നിർവഹിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നമസ്കാരം സ്വലാത്തുൽ ഖൗഫ് മുസ്ലിങ്ങൾക്ക് നൽകുന്നത് മറ്റൊരു സന്ദർഭത്തിലാണ്. അത് നമ്മൾ സീറ ഒരല്പം കൂടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ ആ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൽപ്പന. അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇൻ്റെ 101ഉം 102ഉം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് ഈ നമസ്കാരത്തെക്കുറിച്ചാണ്. ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക, അതിൻ്റെ തഫ്സീറുകൾ നിങ്ങൾ വായിക്കുക. അതിനാസ്പദമായിട്ടുള്ളൊരു സംഭവം സുനൻ തുർമുദിയിൽ ഹസനായിട്ട് രേഖപ്പെടുത്തിയൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ആ ഹദീസും സാന്ദർഭികമായിട്ട് ഞാനിവിടെ പരാമർശിക്കുകയാണ്. കാരണം നേരത്തെ ഖാലിദ് ഇബ്നുൽ വലീദിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ അതിവിടെ സൂചിപ്പിക്കുന്നത് ഗുണമാണെന്ന് തോന്നുകയാണ്. അതായത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അതെല്ലാം വിശദമായിട്ട് പിന്നീട് നമ്മൾ പറയും. ആ സന്ധിയുടെ സമയത്ത് മുസ്ലിങ്ങൾ ഒസ്ഫാനിൽ ശത്രുക്കളെ മുഖാമുഖം കണ്ടുമുട്ടി. അങ്ങനെ ദുഹറിനുള്ള സമയമായ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഒന്നടങ്കം നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ദൂരെ നിന്നും ഖാലിദ് ഇബ്നുൽ വലീദും സംഘവും മുസ്ലിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊന്നടങ്കം നമസ്കാരത്തിലാണ്. ആ ദുഹർ നമസ്കാരം അവർ പൂർത്തിയാക്കിയ സമയത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് അനുയായികളോട് പറഞ്ഞു, വല്ലാത്തൊരവസരമാണ് നമ്മൾ പാഴാക്കിയത്. കാരണം ആ നമസ്കാരത്തിൽ അവർ ആ സുജൂദിലേക്കും റുക്കൂവിലേക്കെല്ലാം പോകുന്ന സമയത്ത് അവരെ നമുക്ക് കൃത്യമായിട്ട് ആക്രമിക്കാമായിരുന്നു. കാരണം അവർ അശ്രദ്ധയിലാണ്. അപ്പോൾ ഇനി നമ്മൾ അതുകൊണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് അനുയായികളോട് പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, തഅതി അലൈഹിമുൽ ആന സ്വലാ, ഒരൽപ്പം കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു നമസ്കാരം വരാനുണ്ട്. ഹിയ അഹബ്ബു ഇലൈഹിം മിൻ അബ്നാഇഹിം വ അൻഫുസിഹിം. ആ നമസ്കാരം അവർക്ക് അവരുടെ മക്കളേക്കാൾ അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കേണ്ട ഒരു കാര്യം. അവിശ്വാസി, ആ സമയത്ത് അവിശ്വാസിയായിട്ടുള്ള ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ സാക്ഷ്യം നോക്കുക. മുസ്ലിങ്ങൾക്ക് ആ വരാനുള്ള നമസ്കാരം, അതായത് അസർ നമസ്കാരം, അവർക്ക് സ്വന്തത്തേക്കാൾ അല്ലെങ്കിൽ അവരുടെ മക്കളേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 238 ആയത്തിൽ അസ്വലാത്തുൽ വുസ്ത്വ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂരിപക്ഷം പണ്ഡിതന്മാർ അത് അസർ നമസ്കാരമാണെന്ന് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന നമസ്കാരമാണ് അസർ നമസ്കാരം. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അങ്ങനെ ആ ശത്രു സൈന്യം ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ അടുത്ത നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതും കാത്ത് പ്രതീക്ഷയോടുകൂടെ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുഹർ കഴിഞ്ഞ് അസറിനിടയിലുള്ള ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അയച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൻ നിസാഇൻ്റെ 101ഉം 102ഉം ആയത്തുകൾ റസൂലുള്ളാഹിക്ക് വഹിയായിട്ട് നൽകുകയാണ്. അതോടുകൂടി ആ സ്വലാത്തുൽ ഖൗഫ് അത് റസൂലുള്ളാഹി അനുയായികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ അസർ നമസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ശത്രുക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൻ്റെ സ്ട്രക്ചർ മുഴുവൻ മാറിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ സുജൂദിലേക്ക് റുക്കുവിലേക്കെല്ലാം പോകുന്ന സമയത്ത് പിറകിലുള്ള മുഴുവൻ അവർ ജാഗ്രതയോടുകൂടി അവിടെ തന്നെ നിൽക്കുകയാണ്. ആ രൂപത്തിലാണ് അത് നമസ്കരിക്കുക. അങ്ങനെ ആ ശത്രുക്കളുടെ മുഴുവൻ പദ്ധതിയും പൊളിഞ്ഞു പോവാണ്. ഇപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിൻകാലഘട്ടത്തിൽ ഇസ്ലാം ആയതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അന്നെല്ലാം എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരുന്നു. കാരണം പല സമയത്തും ഞാൻ അദ്ദേഹത്തെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി ഞാൻ എത്ര സമർത്ഥമായിട്ട് പ്ലാൻ ചെയ്താലും അഭൗതികമായിട്ടുള്ള എന്തോ ഒരു സഹായം കാരണം എൻ്റെ പദ്ധതികളെല്ലാം പൊളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റജുലുൻ മംനൂ, റസൂലുള്ളാഹിനെ ഒരിക്കലും എനിക്ക് സ്പർശിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഞാൻ കാണപ്പെട്ടു. ആ സമയത്തെല്ലാം എനിക്കത് ബോധ്യപ്പെട്ടിരുന്നെന്ന് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നിരവധി കാരണങ്ങൾ ഖാലിദ് ഇബ്നുൽ വലീദിനെ ഇസ്ലാമിലേക്ക് എത്തിച്ച നിരവധി ട്രിഗർ പോയിന്റുകൾ, നേരത്തെ ഒന്ന് നമ്മൾ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക നമസ്കാരം അവർക്ക് നൽകിയത്. ഇനി നമ്മൾ നേരത്തെ പോസ് ചെയ്ത് വെച്ച ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു നടന്ന് നമസ്കരിച്ചുകൊണ്ട് നടന്ന ആ രൂപത്തിലെ നടത്തത്തിലെ നമസ്കാരം നിർവഹിച്ച് ആ ഗോത്ര തലവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒരു നമസ്കാരം നിർവഹിച്ചത് ഈ സ്വഹാബിയാണെന്നെല്ലാം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഗോത്ര തലവൻ ഖാലിദ് ഇബ്നു സുഫിയാൻ അൽ ഹുദരിയുടെ മുന്നിലെത്തുകയാണ്. ഒരല്പം ഉത്ഭയമുണ്ട്. ആ ഗോത്ര തലവൻ അദ്ദേഹത്തെ തുറിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, ഞാൻ ഖുസാ ഗോത്രക്കാരനാണ്. ആ രൂപത്തിൽ പരിചയപ്പെടുത്തി. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നതാണ്, എന്താണ് നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം? അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം വെരിഫൈ ആണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മദീനയിൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കാൻ വേണ്ടി ചില സൈന്യത്തെ ഒരുക്കുന്നതായിട്ടുള്ള വിവരമെല്ലാം ഞാൻ അറിഞ്ഞു, അത് ശരിയാണോ? ഗോത്രത്തലവൻ പറഞ്ഞു, അതെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്കും താല്പര്യമുണ്ട്. ആ സൈന്യത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്കും നൽകണം. ഞാൻ ശക്തനായിട്ടുള്ള യോദ്ധാവാണ്. ആ രൂപത്തിൽ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നേരത്തെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അദ്ദേഹം ഒരു പ്രത്യേക പെർമിഷൻ വാങ്ങിയിരുന്നു. വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള പെർമിഷൻ അത് ഈ രൂപത്തിൽ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗോത്രത്തലവൻ ഖാലിദ് ബിൻ സുഫിയാന് വല്ലാത്ത സന്തോഷമായി. കാരണം ഓൾറെഡി അയാൾ ആളുകളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇത്രയും ശക്തനായിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുകയാണ്, അദ്ദേഹത്തെ കയ്യിൽ നീട്ടി സ്വീകരിക്കുകയാണ്. പിന്നെ അവർ സംസാരിച്ചിരുന്നു. ഒരല്പനേരം കൊണ്ട് തന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു സംസാരിച്ച് അയാളെ വശത്താക്കി. അങ്ങനെ സമയം കടന്നു പോവാണ്. അവിടെയുള്ള അയാളുടെ അനുയായികൾ ഓരോന്നായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങി. അവരെല്ലാം അവരുടെ ടെൻറ്റിലേക്ക് പോയി. ഈ രണ്ടാളുകൾ മാത്രം അവരുടെ ടെൻറ്റിലാവുകയാണ്. മറ്റുള്ള ആളുകളെല്ലാം പിരിഞ്ഞു പോയി. അപ്പോൾ ഈ വ്യക്തി ഖാലിദ് ഇബ്നു സുഫിയാൻ അദ്ദേഹം ഒരു അർത്ഥത്തിലും മാപ്പർഹിക്കുന്നില്ല. കാരണം മദീന എന്നുള്ള രാഷ്ട്രത്തിനെതിരെ അയാൾ യുദ്ധത്തിന് വേണ്ടി രഹസ്യമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് നിന്ന്. അപ്പോൾ അയാളൊരു വാർ ക്രിമിനലാണ്. അയാൾ ഒരർത്ഥത്തിലും മാപ്പ് അർഹിക്കുന്നില്ല. കാരണം രാജ്യദ്രോഹ കുറ്റമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ മാത്രമായിട്ട് ആ ടെൻറ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വാളെടുത്ത് അയാളുടെ കഥ കടിക്കുകയാണ്. അദ്ദേഹത്തെ വധിച്ചു. അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ട് സ്ഥലം വിട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പകൽ സമയം വിശ്രമിച്ച് ആ രാത്രി, അതായത് ആ സുരക്ഷ ഓർത്ത് അദ്ദേഹം രാത്രി ആ യാത്രയുമായിട്ട് ദിവസങ്ങൾ യാത്ര ചെയ്ത് അദ്ദേഹം വിജയകരമായിട്ട് മദീനയിൽ ആ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുകയാണ്. അദ്ദേഹം പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ആ മദീനയിലുള്ള പള്ളിയിൽ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അവിടെ റസൂലുള്ളാഹി നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി അദ്ദേഹത്തെ കണ്ട ഉടനെ ഫലമ്മാ റആനി ഖാല അഫ്ലഹൽ വജ്ഹ്, റസൂലുള്ളാഹി അദ്ദേഹത്തെ കണ്ട ഉടനെ പറഞ്ഞു, ആ മുഖം വിജയിക്കട്ടെ. റസൂലുള്ളാഹി ആ രൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് അഫ്ലഹ വജ്ഹുക യാ റസൂലുള്ളാഹ്, ഓ പ്രവാചകരെ നിങ്ങളുടെ മുഖം വിജയിക്കട്ടെ എന്ന് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ സംഭവം മുഴുവൻ റസൂലുള്ളാഹിക്ക് വിവരിച്ചു കൊടുത്തു. അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി അങ്ങേയറ്റം സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ധീരസാഹസത്തെ റസൂലുള്ളാഹി അഭിനന്ദിക്കുകയും ചെയ്തു. ശേഷം റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് റസൂലുള്ളാഹി അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം അദ്ദേഹത്തിന് റസൂലുള്ളാഹി ഒരു വടി നൽകി. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് രണ്ടു പേർക്കിടയിലുള്ള ഒരു അടയാളമായിരിക്കും ഈ വടി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അത് നൽകുകയാണ്. പിന്നീട് ചില ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഈ ഒരു സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു പിന്നീട് ജീവിതത്തിലുടനീളം തൻ്റെ ശരീരം പോലെ ആ ഒരു വടി കൊണ്ടു നടന്നു. യുദ്ധങ്ങളിലും മറ്റെല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ വടി ഉണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഹിജ്റ വർഷം 54 ഈ സ്വഹാബി മരണപ്പെടുന്നത്. അപ്പം അദ്ദേഹം മരണാസന്നനായിട്ട് അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം കുടുംബത്തിന് നൽകിയ വസിയത്ത്, എന്നെ നിങ്ങൾ ഖബറടക്കുന്ന സമയത്ത് ഈ ഒരു വടി അവിടെ വെക്കണമെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളോട് നിർദ്ദേശിച്ചതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ രൂപത്തിലാണ്. അത് പ്രത്യേക ബർക്കത്താണ് റസൂലുള്ളാഹിൻ്റെ എന്തും. അത് റസൂലുള്ളാഹിൻ്റെ അനുയായികളിൽ പല ആളുകളും ആ ഒരു ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ഒരു സംഭവം ഓർക്കുന്നത്, റസൂലുള്ളാഹിക്ക് സമാനമായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു വസ്ത്രം, അതായത് ഒരു ഷർട്ട്, മേലെ ധരിക്കുന്ന ആ ഒരു വസ്ത്രം ഒരാൾ ഗിഫ്റ്റായിട്ട് നൽകി. റസൂലുള്ളാഹി ആദ്യമായിട്ട് അത് ധരിച്ച് റസൂലുള്ളാഹി വന്ന സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാം അത്ഭുതത്തോടു കൂടി ആ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനുയായികളിൽ നിന്ന് ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ പ്രവാചകരെ, ഈ ഒരു ഷർട്ട് ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് നൽകുമോ? അപ്പം അത് കേട്ട ഉടനെ റസൂലുള്ളാഹി അത് ഊരിക്കൊടുക്കുകയാണ്. അപ്പം അവിടെ റസൂലുള്ളാഹി പോയതിന് ശേഷം അവിടെ കണ്ടു നിന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ശക്തമായിട്ട് വിമർശിക്കുകയാണ്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾക്ക് റസൂലുള്ളാഹിൻ്റെ ആ പ്രകൃതി അറിയില്ല. എന്ത് ചോദിച്ചാലും അത് ഉടനെ തന്നെ എടുത്തു നൽകുന്ന പ്രകൃതിയാണ് റസൂലുള്ളാഹിക്ക് ഉള്ളത്. അതറിഞ്ഞിട്ടും നിങ്ങളത് ചോദിക്കാൻ പാടുണ്ടോ? ആദ്യമായിട്ട് ധരിച്ച് വന്നതല്ലേ? ഈ രൂപത്തിൽ അയാളെ വിമർശിച്ച സമയത്ത് അദ്ദേഹം മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി, വല്ലാഹി ഇതെനിക്ക് ദുനിയാവിൽ ഇത് ധരിച്ച് നടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ചോദിച്ചത്. നാളെ ഖബറിലേക്ക് പോകുന്ന സമയത്ത് അവസാനമായിട്ട് അതെന്നെ പുതപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ധരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ വേണ്ടി, അതിനു വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വസ്ത്രം ചോദിച്ചതെന്ന് അദ്ദേഹം മറുപടി നൽകുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി ഒരു അനുയായിയുടെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചു. ഒരു തോൽപാത്രത്തിൽ വെള്ളം കുടിച്ച് റസൂലുള്ളാഹി ചുണ്ട് വെച്ച ഭാഗം റസൂലുള്ളാഹി പോയതിന് ശേഷം അത് വെട്ടിയെടുത്ത് മരണം വരെ അത് സൂക്ഷിച്ചതായിട്ടെല്ലാം ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ ഒരു ഗോത്രത്തിൻ്റെ, ഹുദൈൽ ഗോത്രത്തിൻ്റെ ആ ഒരു ശ്രമം അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ശ്രമം അവിടെ മുളയിലെ നുള്ളിക്കളയാണ്. അതോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. വീണ്ടും നിരവധി ചില ഗോത്രങ്ങൾ അവർ നേർക്ക് നേരെ ഇനി മുസ്ലിങ്ങൾ ആക്രമിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവർ വലിയ ചതിപ്രയോഗങ്ങളിലൂടെ മുസ്ലിങ്ങളെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരത്തിൽ അവർ ചെയ്ത വലിയൊരു ചതിയുടെ ചരിത്രം, അതുവഴി മുസ്ലിങ്ങൾ അങ്ങേയറ്റം വിഷമിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട ഒരു 2 ദുരന്തങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.